എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തിൽ രാമപുരത്തിനടുത്തുള്ള മരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ട് ഈ വിശ്വാസം എന്ന് പറഞ്ഞ കമ്പനിയുടെ ശല്യം നിമിത്തം ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ് എന്നുള്ള വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചത്. യാതൊരു മാറ്റങ്ങളും നാളിതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ഈ കിണറ്റിലെ വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അഴുക്ക് മാലിന്യങ്ങൾ വീണ്ടും നിറയുന്ന ഒരവസ്ഥയാണ്. ഇവർ ദൂര സ്ഥലങ്ങളിൽ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. കാലാകാലങ്ങളായിട്ട് ഈ കിണറ്റിലെ വെള്ളം ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇവർ വെള്ളം കൊണ്ട് പരിശോധിച്ചിരുന്നു. അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കരുതെന്നും ഇത് സെപ്റ്റിക് ടാങ്കിന് തുല്യമായിട്ടുള്ള വെള്ളമാണെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്നും ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീട്ടിലെ ചേച്ചി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേച്ചിയോട് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേച്ചി നമസ്കാരം. ഈ വീഡിയോ ഇട്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും ഉണ്ടായോ ചേച്ചി? പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ആ സ്മെല്ലിന് ഒരു ശകലത്തിന് വ്യത്യാസം പകൽ സമയത്ത്, പക്ഷേ രാത്രിയിലുണ്ട്. പിന്നെ ആ വഴി കൂടെ പോകുമ്പോഴെല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ ഏരിയയിലെല്ലാം നല്ല ഭയങ്കര സ്മെല്ല്. ഇപ്പോൾ തോട്ടിക്കൂടെ വെള്ളം ഒഴുക്കുന്നുണ്ട് അവർ? ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം ഒഴുകി പോകുന്നില്ല. അത് ഇവിടെ തന്നെ ഇതിനകത്തെ ഇവരുടെ ഈ സ്ഥലമുണ്ട്, അതിനകത്ത് തന്നെ അവരടിച്ച് അവിടെ തന്നെ താഴ്ന്നു പോവുക. അതായത് മോട്ടറിന് അടിക്കുകയാണ് വേസ്റ്റ് വെള്ളം. അവരവിടെ നിന്ന് മോട്ടറിന് അവരവിടെ ചുമ്മാ ഒരു കുഴി പോലെ ഇട്ടിട്ട് കടിയെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അത് മോട്ടർ ഇട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ചേക്കും. ഡയറക്റ്റ് ഇങ്ങോട്ട് വിടുക ചെയ്യണത്. എത്ര ലിറ്റർ വെള്ളമൊന്നും നടക്കുന്നില്ല. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം എടുത്ത് കാണും അറിയത്തില്ല, നമുക്കറിയത്തില്ല. അവർ ഇത്രയും വലിയ ഫാക്ടറി ഇല്ലേ, അപ്പം കൂടുതൽ ഒത്തിരി വെള്ളം കാണും, ധാരാളം വെള്ളം കാണും. ഇത്രയും വർക്കുകൾ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെതായ വെള്ളങ്ങൾ വേസ്റ്റുകളെല്ലാം അടിഞ്ഞുകൂടി ഇങ്ങോട്ട് അടിച്ച് വിടുവാണ് മുഴുവനും. അതാണ് ഈ സ്മെല്ല്. ചില സമയത്ത് ഭയങ്കര ഈ വെള്ളം അടിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുപോലെ സ്മെല്ല് വരുന്നുണ്ട്. ഇതിനെതിരായിട്ട് പഞ്ചായത്തിൽ വല്ലതും പരാതിപ്പെട്ടായിരുന്നോ? ഞങ്ങൾ പഞ്ചായത്തിൽ, കളക്ട്രേറ്റിൽ, അതുപോലെ തന്നെ അദാലത്തിൽ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് കൊടുത്താൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു അങ്ങനെ കൊടുത്തെന്ന്. പക്ഷെ അതിൽ നിന്നും പ്രത്യേകിച്ചൊരു മറുപടി പ്രയോജനം ഉണ്ടായില്ല. കാരണം അവരൊക്കെ പറയുന്നത് ഇവർ വലിയ ആൾസ്വാധീനമുള്ള ആളുകളൊക്കെയാണ്, ഇവരുടെ ഇടയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കളക്ട്രേറ്റിൽ നിന്ന് പറഞ്ഞ മറുപടി അതാണ്. വലിയ ആൾസ്വാധീനം, പാർട്ടി ലെവലിലൊക്കെ വലിയ സ്വാധീനമുള്ള ആൾ, ഇവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതാണ് കളക്ട്രേറ്റിൽ നിന്ന് കിട്ടിയത്. പിന്നെ രണ്ടാമത് വീണ്ടും ഞങ്ങൾ ചെന്നതിൻ്റെ പേര് വീണ്ടും ഒരു അന്വേഷണത്തിന് വന്നതിലും അന്വേഷിച്ച് എല്ലാ രേഖകളും എടുത്ത് കൊണ്ടുപോയതല്ലാതെ മറുപടി അതിനൊരു ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഒത്തിരി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. രാത്രിയിലൊക്കെ ആണെങ്കിലും ലൈറ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല ഇത്രയും നാളായിട്ടും. ഈ വീഡിയോ ചെന്ന ശേഷമാണെങ്കിലും ഞങ്ങൾക്ക് ഫുൾ ലൈറ്റാണ് രാത്രിയിലില്ല. പിന്നെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ്, എപ്പോഴും സൗണ്ടാണ്. രാത്രിയിലും പ്രവർത്തനം നടക്കുന്നുണ്ടോ? രാത്രിയിൽ മെഷീനുകളെല്ലാം വർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ ഇത് ഫ്രോസൺ അല്ലേ, അപ്പം അവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റേതായ വർക്കിംഗ് നടക്കുന്നുണ്ട് എപ്പോഴും തന്നെ. അപ്പോൾ ഇവർക്ക് ഈ ഫാക്ടറിയിലേക്ക് ജലം ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഈ ജലം എവിടുന്ന് ഇവരെടുക്കുന്നത്? ഫാക്ടറിയിലെ ജലം ഇവിടെ എങ്ങാണ്ട് ഒരു ചെറിയ ഈ തോടിൻ്റെ ഇവിടെയായിട്ട് ഇവിടെ സ്ഥലം ചെറിയൊരു കിണർ പോലെ കുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെയല്ലേ ഇവർ വേസ്റ്റ് വെള്ളം എല്ലാം, ഇവിടുത്തെ വേസ്റ്റ് വെള്ളം ഒക്കെ ഇവിടുന്ന് വഴി തോടിന് അങ്ങോട്ട് അതിലേക്കാണ് പോകുന്നത്. ഇത് അഴുക്ക് വെള്ളമാണ്. ഇങ്ങനെ വെള്ളം, അതായത് ഈ ഫാക്ടറിയിൽ വിശ്വാസം പറഞ്ഞ കമ്പനിയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം ഇവിടെ തൊട്ടടുത്ത് ഒരു പറമ്പുണ്ട്, ഒരു 500 മീറ്റർ അകലെയാണ് ഈ പറമ്പ്. ഈ പറമ്പിലേക്ക് തന്നെയാണ് ഈ വേസ്റ്റ് വെള്ളം അടിച്ചൊഴുക്കി വിടുന്നത്. പക്ഷേ ആ മഴക്കാലത്ത് അത് തോട്ടിക്കൂടെയും പോകുന്നു. അതെ, ഇവിടുന്ന് എടുക്കുന്ന ഈ വെള്ളം തന്നെയാണ് ഫുഡ് പ്രൊഡക്റ്റിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് എത്രമാത്രം ദൂഷ്യമാണ് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഇതിൽ ആരോഗ്യവകുപ്പ് വല്ലതും വന്നിരുന്നോ? അവിടെ വല്ലതും സന്ദർശിച്ചായിരുന്നോ? ഇല്ല. ഇവിടെ ഇത് പഞ്ചായത്തിൽ നിന്ന് തന്നെ ആളുകൾ വന്നപ്പോൾ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ വേസ്റ്റെല്ലാം കിടക്കണം, നിങ്ങൾ കണ്ടോ, കൊതുകുകളും പാക്കയും കൊക്കും ഇതെല്ലാം നിൽക്കണം, നിങ്ങളിത് എന്ന് അവിടെ ചെന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയാം എന്ന് മാത്രം പറഞ്ഞിട്ട് പോയത്. അവരൊക്കെ വരുമ്പോഴത്തേനും കാണുന്നുണ്ട്, ഓരോ ആവശ്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നോക്കിയാൽ കാണാം വേസ്റ്റെല്ലാം കൂടെ ഇങ്ങനെ അഴിഞ്ഞു കിടക്കണം. പല പ്രാവശ്യം ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ പല കിണറ്റിലെയും വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ്. നാട്ടുകാരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. പരാതി കൊടുത്തിട്ട് യാതൊരു സമീപനങ്ങളും ഉന്നതങ്ങളിൽ എത്തിയിട്ടില്ല. ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലാത്ത കിണറാണ് ഇവിടെ ഒക്കെ ഉള്ളത്. പക്ഷേ ആ കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ മാലിന്യം പൊങ്ങി വരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദുരിതപൂർണ്ണമാണ്. ഇപ്പോൾ എവിടുന്ന് ഈ വെള്ളം നിങ്ങൾക്ക് വീട്ടാവശ്യങ്ങൾ? പൈപ്പ് വെള്ളമായിട്ട് എടുക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇവിടെ അടുത്തൊരു ഞങ്ങൾ തന്നെ ഒരു ഫാമിലിയുള്ള ഒരു പൈപ്പ് വെള്ളം കുറേ ദൂരെ നിന്ന് വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറേ അങ്ങ് മാറി ഒരു വീട്ടിൽ ചെന്നാണ് വെള്ളം കോരിക്കൊണ്ടു വന്നുകൊണ്ടിരുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും. കിണറ്റിലെ വെള്ളം ശരിക്കും അവർ ചെയ്തേക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. കിണറ്റിലെ വെള്ളത്തിൽ ഞങ്ങളുടെ അല്ല ഇവിടെയുള്ള ഏരിയകളിലെ എല്ലാവരുടെയും കിണറ്റിലെ വെള്ളത്തിൽ ടോയ്ലറ്റ് മാലിന്യമാണ്. അപ്പോൾ അത് വന്നത് ഫാക്ടറിയിൽ അവരുടെ സ്റ്റാഫ് തന്നെ പറയുന്ന കാര്യമാണ്.
അവിടെ ഇത് റെഡിമെയ്ഡാണ് അവിടെ ടോയ്ലറ്റിലെ അവരുടെ ടോയ്ലറ്റിൻ്റെ സേഫ്റ്റി ടാങ്ക്. അത് ഫില്ലായി നിറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ഈ ഇതിലേ കൂടെ ഈ ഓടയിൽ കൂടെ ഇങ്ങോട്ട് ഇവർ ഈ ഫുഡിൻ്റെ വേസ്റ്റുകൾ ഒഴുക്കണ കൂടി തന്നെ ഓടയിൽ കൂടെ തന്നെ ഒഴുക്കി വിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ സ്റ്റാഫ് 2-3 പേര് ഒന്നിച്ച് നിന്ന് സംസാരിച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അതങ്ങനെയാണ്. അത് തന്നെയല്ല ഇവിടെ നാട്ടുകാരായ അത്യാവശ്യം ജോലിക്കൊക്കെ ഒക്കെ വരുന്ന ആളുകൾക്കും അറിയാതെ ടോയ്ലറ്റ് മാലിന്യമാണ് ഇതിലെ കൂടി ഒഴുക്കി വിടുന്നതെന്നുള്ളത് അവർ അറിയാം. അതുകൊണ്ടാണ് അവർ ഒഴുക്കി വിടുന്ന ടോയ്ലറ്റ് മാലിന്യമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കിണറ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കിണറ്റിനടുക്ക പോലും ഇപ്പം വരാൻ പോലും അല്ല, മണം കാരണം ഒരു രീതിയിലും കിണറിൻ്റെ ഏരിയയ്ക്ക് പോലും വരത്തില്ല. മറ്റേ സാറിൻ്റെ ആനിക്കുഴിക്കാട്ടിൽ സാറിൻ്റെത്, ഞങ്ങളുടേത്, പിന്നെ മണിഞ്ചർക്കുന്ന് തെയ്യാം ചേച്ചിയുടെ, ഞങ്ങളുടെ എല്ലാവരുടെയും വെള്ളം പരിശോധിക്കുമ്പം ടോയ്ലറ്റ് മാലിന്യമാണ്. അവർ ടോയ്ലറ്റ് മാലിന്യം ഒഴുക്കാതെ ആയിരിക്കാലും ഈ ടോയ്ലറ്റിന് ഞങ്ങളുടെ കിണറ്റിലൊക്കെ എല്ലാം വരത്തില്ലല്ലോ. അതിന് തെളിവുകൾ അവരുടെ സ്റ്റാഫ് തന്നെയാണ് ഞങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇതിനകത്ത് ടോയ്ലറ്റ് മാലിന്യമാണ് ഇതിനകത്തോടെ ഒഴുക്കി വിടുന്നത് എന്നുള്ളത്. അയൽവാസികളുടെ ഒരു പട്ടിയോ പൂച്ചയോ ഒക്കെ കിണറ്റിൽ ചാടി കഴിഞ്ഞാൽ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ കിണർ ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉടമസ്ഥനുള്ളതാണ്. പക്ഷേ ഈ കിണർ ഇതുപോലെ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അയൽവാസിയായിട്ടുള്ള ഈ വിശ്വാസം പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഓണർക്ക് തന്നെയുള്ളതാണ്. പക്ഷേ ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ ഓണറോട് പറഞ്ഞിട്ട് നാളിതുവരെയായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും ഇവരോട് തയ്യാറായിട്ടില്ല. തന്നെയല്ല സാറേ, ആരെങ്കിലും ചെയ്യുന്നതാണ് സ്വന്തം വർക്കേഴ്സ് അല്ലാതെ നിൽക്കുന്ന ഒരു ടോയ്ലറ്റിലെ മാലിന്യം ഇത്രയും ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയിലൂടെ തള്ളുക എന്നുള്ളത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണത്? എവിടെയെങ്കിലും ഏതെങ്കിലും കുറച്ചെങ്കിലും വിവരബോധമുള്ളവർ അല്ലെങ്കിൽ മനസാക്ഷിയുള്ളവർ ചെയ്യുമോ ടോയ്ലറ്റ് മാലിന്യം ഇതുപോലെ തള്ളുവോ? ആളുകൾ താമസിക്കുന്ന ഇടത്ത് ടോയ്ലറ്റ് മാലിന്യം തന്നാൽ എന്തെല്ലാം സംഭവം, എന്തെല്ലാം അസുഖങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ഇപ്പോൾ രോഗം മൂലം വിഷമിക്കുക പലരും. ഇതല്ലേ ഞങ്ങൾ ശ്വസിക്കുന്നത്? കിണറ്റിനകത്തെ വെള്ളം ഇത് തന്നെയല്ലേ? എല്ലാവരുടെയും കിണറ്റിനകത്ത് ടോയ്ലറ്റ് മാലിന്യമാണ്. വേറെ ഒന്നുമല്ല, അവരുടെ സ്റ്റാഫ് തന്നെ പറഞ്ഞ കാര്യമാണത്. കാരണം നിൽക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. പക്ഷെ ചിന്തിച്ച് നോക്കാം, ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന്. ടോയ്ലറ്റിൻ്റെ മാലിന്യം ഇത്രയും ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഏരിയയിലേക്ക് മോട്ടറിട്ട് അടിച്ചു വിടുക എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയാണോ? മനസ്സാക്ഷിക്ക് നേരുന്നതാണോ? ഒരു മനുഷ്യന് ചേരുന്നതാണോ എന്നുള്ളത്. മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് വിശ്വാസം പറഞ്ഞ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും നാളിതുവരെയായിട്ട് യാതൊരു രീതിയിലുള്ള ഒരു സമീപനങ്ങളും ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഇവർക്ക് നീതി കിട്ടാനായിട്ട് ഒരു വീട്ടമ്മയുടെ വേവലാതികളാണ് ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിച്ചത്. വരുന്ന ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഇവരുടെ ഒരു പരാതി കാര്യമായിട്ട് തന്നെ പരിഗണിച്ച് ഇവർക്ക് നീതി കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണേലും വളരെയധികം ബുദ്ധിമുട്ടുകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രദേശവാസികളെല്ലാം ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം.